ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് വന്നിരുന്നതാണ്. നമ്മൾ അതിന് ശേഷം അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ എന്നുണ്ടല്ലോ ആ ബാക്കിലത്തെ ബോഡി കവർ ഫുള്ളായിട്ട് അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയായിരുന്നു. അത് നമുക്ക് ആ ഫസ്റ്റിലത്തെ വീഡിയോ കാണുമ്പോൾ സർവീസിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഫ്രണ്ടിലത്തെ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ ആ കവറൊക്കെ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഓട്ടത്തിൽ ഓഫായിക്കൊണ്ട് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. ശരിക്കും അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ നീഡിൽ, അതായത് ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞ യൂണിറ്റ് മാറ്റിയാണ് നമ്മൾ റീസെറ്റ് ചെയ്തത്. ശരിക്കും അതിന് ശേഷം വണ്ടിക്ക് ഒരു പ്രാവശ്യം ഓവർഫ്ലോ കാണിച്ചു, പെട്രോൾ ഓവർഫ്ലോ പോകണ പോലെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് മാർഗമുള്ളൂ. തൽക്കാലം നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് 100% സക്സസ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വാൽവിൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയോ ഓവർഫ്ലോ കാണിക്കുകയോ മിസ്സിങ് കാണിക്കുകയോ ചെയ്താൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലിയെ പാടി മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വീണ്ടും അതുമ്പോൾ റിപ്പയർ ചെയ്താൽ പൈസ മുടക്കാമെന്നല്ലാണ്ട് അതിനേക്കാൾ ഉപരി അസംബ്ലിയെ പാടി പിടിച്ച് മാറ്റി റീസെറ്റ് ചെയ്ത് വയ്ക്കാം. പുതിയത് വയ്ക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ഈ മൊത്തം. അതായത് ഫ്ലോട്ട് വാൽവ് കംപ്ലയിൻറ്റ് വന്നത് അലുമിനിയം ബോഡി ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം വരാം. ഈ കാർബറേറ്ററിൻ്റെയും ബോഡി അലുമിനിയം ബോഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണല്ലേ. എത്തനോളിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് പെട്രോൾ കിടക്കുന്ന ഭാഗമായാലും ഇപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്രയും പ്രോബ്ലം വരില്ല. നേരെ മറിച്ച് അലുമിനിയത്തിലേക്ക് ടച്ച് ആകുമ്പോൾ അലുമിനിയം ഭാഗമൊക്കെ ദ്രവിച്ച് പോകുന്ന പോലെയാണ് കാണാറ് സാധാരണ കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയണതിൻ്റെ കേസ്. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുകയോ പെട്രോൾ ഓവർഫ്ലോ വരെയോ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കണ ഐറ്റം മാറ്റി വയ്ക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് കയറ്റാനുണ്ട്. അതിന് ശേഷം ഞാൻ ബില്ലാക്കി കഴിയുമ്പോൾ വിളിച്ചോളാം. ഓക്കെ.